Watch India's largest kids library only on Jio Hotstar. Download the app now. ഇവര് ഏരിയൻസ് ആണെന്നാ തോന്നുന്നത്. ഓഹോ, ഏലിയൻസ് അവരുടെ ക്യാമറ മറന്നു പോയെന്നാ തോന്നുന്നത്. ഇത് കാണാൻ തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്പർ 1, നമ്പർ 2 രണ്ടുപേരും ഇങ്ങ് അടുത്ത് നിന്നേ. ഈ ക്യാമറയിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഇത് എടുക്കട്ടെ. ബോസ് നല്ല ഫോട്ടോ എടുക്കണേ, ഞങ്ങൾ പോസ് ചെയ്യാം. ഓഹോ, ഇത് തന്നെ കൂത്ത്. നിന്നെ ഒന്നും കാണാൻ കൊള്ളത്തില്ലെങ്കിൽ അതിന്റെ കാരണം ഈ ക്യാമറയാണ്. മര്യാദക്ക് അടങ്ങി ഒതുക്കി നിൽക്കണേ. ബോസ് ഇതെന്താ പറ്റിയത്? ഞങ്ങളെ മനുഷ്യനിൽ നിന്ന് ഉള്ളിയാക്കി മാറ്റിയോ? ഈ സംഭവം കൊള്ളാമല്ലോ. ശരിക്കും ഈ ക്യാമറ അത്ഭുതം തന്നെ. രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്ക്. ഞാൻ ഒന്നുകൂടി ഫോട്ടോ എടുത്ത് നോക്കട്ടെ. റെഡി? ഓഹോ, ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ഒന്ന് പിടികിട്ടിയത്. ഈ ക്യാമറയിൽ ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ അവൻ സവോളയായി മാറും. അതേ ക്യാമറയിൽ ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ അവൻ മനുഷ്യനായി മാറും. ഓക്കേ, എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. സവോള വെച്ചുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഞാൻ പണി കൊടുത്തിരിക്കുക. രണ്ടുപേരും അത് വന്നേ. ആ ബോട്ടുവരെ 10 രൂപ ഞാൻ ഇപ്പൊ സവോളയാക്കി മാറ്റിയിട്ടുള്ളൂ. ബാക്കി കാര്യം ഹലോ ബോട്ടു പത്രു. ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ എന്റെ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ പ്ലീസ്. വേണ്ട, ഞങ്ങൾക്ക് യാതൊരു ഫോട്ടോ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് ധൃതിയിൽ എങ്ങോട്ടായി പോകുന്നത്? ഒരു ഒറ്റ ഫോട്ടോ അല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ജാട് കാണിക്കാതെ ഒന്ന് പോസ് ചെയ്യാനേ ഒരു ഫോട്ടോയുടെ കാര്യമല്ലേ ഉള്ളൂ. എന്നാ എടുത്തു കളയാം. ഓക്കെ ജോൺ, എന്നാ എടുത്തോളൂ. പക്ഷെ ഒരു കാര്യം, ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല. താങ്ക് യു. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ജോണിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? നമ്മളെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഈ നാട് മുഴുവൻ ഒട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നുന്നത്. എനിക്കിതെന്താ പറ്റിയത്? ആരായത് ചെയ്തത്? എന്നെ ശരിയായ രൂപത്തിലാക്ക. പത്തുലു, നീ പറഞ്ഞ ശരിയാണ്. ഓടിക്കോ. കണ്ടില്ലേ ഫോട്ടോ എടുത്തതിന്റെ ഗുണം എന്താന്ന്? നമ്മുടെ ഫോട്ടോ എങ്ങനെ എടുത്തായിരുന്നെങ്കിലേ നമ്മൾ ഏതെങ്കിലും പച്ചക്കറി കടയില് ഉള്ളിയുടെ കൂടെ ഇരിക്കേണ്ടി വന്നേനെ. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങളെ രണ്ടുപേരെ ഈ സബോളയാക്കി മാറ്റാതെ ഈ ജോൺ പിന്മാറുന്ന ഒരു പ്രശ്നമില്ല. ആ ഫോട്ടോ എടുക്കേണ്ടത്. നിൽക്ക് പ്ലീസ്, നിൽക്ക്. ഓടിക്കോ. അയ്യോ, ഇതെന്താ പറ്റിയേ? ഞാൻ എങ്ങനെ ഉള്ളിയായി മാറിയേ? മമ്മി, അയ്യോ, ഞാൻ ഉള്ളി എങ്ങനെ ആയി മാറിയേ? ചോദിച്ചോക്ക്. മോട്ടു, എനിക്ക് തോന്നുന്നു ഇവൻ നമ്മളെ വിടുന്ന പ്രശ്നമില്ലെന്നാ. വേഗം ഓടാൻ നോക്ക്. വീണ്ടും ഉന്നം തെറ്റി. സൂക്ഷിച്ചു മോട്ടു. ഒന്ന് ചിരിച്ചേ. ഓടിക്കോ, എല്ലാവരും
വലിയേട്ടാ എവിടെയാ ഉള്ളത്? ഒന്ന് വേഗം പുറത്തേക്ക് വരൂ, ഇത് കളിക്കാനുള്ള സമയമല്ല. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ഞാനിതാ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്ക്. പത്ലു, ഡോക്ടർ സാറിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. മോട്ടു അത് കണ്ടോ? ഡോക്ടർ ജഡ്കയ്ക്കും ഗസീറ്റ റാമനും എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. വലിയേട്ടാ, ജോൺ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടില്ലേ? എന്റെ രോഗികളാണെങ്കിൽ സത്യം, നിങ്ങൾ മൂലം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം തലതിരിഞ്ഞ് ഞങ്ങളുടെ ദേഹത്തോട്ടാ വന്ന് വീഴുന്നത്. ജോൺ നിങ്ങളെ രണ്ടാളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിരുന്നു. അവൻ നിങ്ങളെ രണ്ടാളെ ഇവിടെ കാണാത്തത് കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനോട് വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ ഞങ്ങളെ ഈ പരുവത്തിലാക്കി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. എന്റെ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. ഐഡിയ. ആ ജോൺ നമ്മൾ രണ്ടുപേരെയും സവാള ആക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ സവാളയായി മാറി അവന്റെ മുന്നിൽ പോയി നിന്നാൽ എന്താ മോട്ടു? അവന് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ക്യാമറ പിടിച്ചു വാങ്ങുകയും ചെയ്യാം. ഓ എന്റെ ചങ്കുകളെ, നിങ്ങളെ രണ്ടുപേരെയും സവോളയാക്കി മാറ്റേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വമാ. ഒരു പ്രാവശ്യം നമ്മുടെ മുന്നിൽ ആ ജോൺ കുടുങ്ങിപ്പോയാൽ ആ ക്യാമറ നമുക്ക് തട്ടിപ്പറിച്ച് വാങ്ങിക്കാം. അതിനുശേഷം ആ ജോണിനെ നമുക്ക് എല്ലാവർക്കും എടുത്തിട്ട് പഞ്ഞിക്കിടാം. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ ഐഡിയ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേഗം ചെല്ലു. ഞങ്ങളെ ശരിയാക്കേ ജോൺ, പ്ലീസ് ഞങ്ങളെ ഒന്ന് ശരിയാക്കൂ. ആ മോട്ടു പത്രോ എവിടെയാണെന്ന് അറിയില്ല. പെട്ടെന്ന് ചെന്ന് അവന്മാരെ കണ്ടുപിടിച്ചോണ്ട് വാ. ഞങ്ങളെ ശരിയാക്കിത്തായോ ജോൺ, ഞങ്ങളെ ശരിയാക്കിത്തായോ. എന്റെ അമ്മോ ജോൺ, നീ എന്റെ പഴയ മുഖം തിരിച്ചു തന്നേ. ഞങ്ങളെ വേഗം ശരിയാക്കിത്താ, ഞങ്ങളെ വേഗം ശരിയാക്കിത്താ. അതെ, എന്റെ ഞങ്ങളെ ശരിയാക്കിത്തായോ, ഞങ്ങളെ ശരിയാക്കിത്തായോ, ഞങ്ങളെ ശരിയാക്കിത്തായോ ആ മോട്ടുവിനെ പത്ലുവിനെ കയ്യിലൊന്ന് കെട്ടട്ടെ, എന്നിട്ട് നിങ്ങളെയൊക്കെ പഴയതുപോലെ ആക്കാം. എന്നിട്ട് ഈ ജോണായിരിക്കും ഡോൺ, ജോണായിരിക്കും ഡോൺ 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 ഡോൺ. ആ മോട്ടു പത്ലു എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ എല്ലാ ഇടവും അന്വേഷിച്ചു നോക്കിയതാ. അവന്മാർ ഇത് എവിടെയാണോ പോയി ഒളിച്ചിരിക്കുന്നത്. ജോൺ, എന്നെങ്കിലും ഒന്ന് ശരിയാക്കിത്തായോ. നിനക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ സമോസ ഫ്രീ ആയിട്ട് തരാം. നീയായിട്ട് എന്തിനാടാ എന്റെ കച്ചവടം പൂട്ടിക്കുന്നേ, പറ. ഓഹോ, നീ ചെയ്യുന്നത് കച്ചവടമാണെങ്കിൽ ഞങ്ങളൊന്നും കച്ചവടമായിരിക്കില്ല ചെയ്തത്. എന്റെ ക്യാമറ അവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നു. എന്റെ ക്യാമറ തിരിച്ചു കിട്ടിയാൽ മാത്രമേ എനിക്ക് നിങ്ങളെ പഴയതുപോലെ ആക്കാൻ സാധിക്കൂ. വേഗം ചെല്ല്. ബോസ് ബോസ്, അത് തീർച്ചയായും മോട്ടും പത്തിലും തന്നെയായിരിക്കും. ഒന്ന് സൂക്ഷിച്ചേക്കണേ, അവന്മാര് ബോസിന്റെ ഫോട്ടോ എടുക്കരുത്. ദേവന്മാരെ രക്ഷപ്പെട്ട് വന്നാലല്ലേ എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റൂ. ഇപ്പൊ പുറകെ പോയന്മാർ അവന്മാരെ ഇടിച്ച് പപ്പടമാക്കും. എന്റെ അമ്മോ, എവരിബഡി ഹാൻഡ്സ് അപ്പ്. എനിക്ക് എന്റെ പഴയ മുഖം തിരിച്ചു കിട്ടണം. ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഫുർഫുറെ നഗരത്തിലെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് എന്റെ മുഖം തിരിച്ചു കിട്ടണം. ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്. എന്റെ അമ്മോ, ഇളനീര് എവിടെ പോയി? ഏയ്, ആദ്യം എനിക്ക് ശരിയാകണം. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് എന്റെ പൊന്നു ചങ്കുകളെ. ഞാനാ, ഇത് ഡോക്ടറാ. ആദ്യം ഞാൻ പഴയതുപോലെ ആവട്ടെ, എന്നിട്ട് നിങ്ങളെയും പഴയതുപോലെ ആക്കാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവന്മാരായിട്ട് ഓടിക്കാൻ തുടങ്ങി. രണ്ട് പൂച്ചകൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ മൂന്നാമത്തെ പൂച്ച പാലും കുടിച്ചിട്ട് അങ്ങ് സ്ഥലം വിടും. അത്രയേ ഉള്ളൂ. ഇവർ ഇത്ര പേരുണ്ടല്ലോ, എനിക്കൊരു ഒറ്റ തവണ ആ ക്യാമറ ഒന്ന് കൈ കെട്ടിയാ മതി. പിന്നെ ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ കഴിവ് ഞാൻ കാണിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കഴിവ് ഞാൻ കാണിക്കും, എന്റെ കഴിവ് ഞാൻ കാണിക്കുക. മോട്ടു എന്നാ പിടിച്ചോ. ഇന്ന് പത്ലു മോട്ടു സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ. ഇവന്മാരിനൊന്നും നീ നോക്കണ്ട. സമൂസേ.
ഓണിയൻസ്. ഞാൻ നിക്കത്തില്ല. വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കാൻ നോക്കണ്ട. വേണ്ട. ലവന്മാര് പിന്നെയും വന്നോ? എന്നെ കൂടി ഒന്ന് ശരിയാക്കിയിട്ട് പോണേ. ക്യാമറ അവന്മാര് കൊണ്ടുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതിനെത്തും പിടിയും കിട്ടുന്നില്ല. ഡോക്ടർ ജഡ്ക, ഇതിനൊരു ആന്റിഡോട്ട് ഉണ്ടാക്കി എന്നെ പഴയതുപോലെ ആക്കി തരണേ പ്ലീസ്. ജോൺ, നിനക്ക് ജയിലിലേക്ക് പോകാം. അവിടെ നിനക്ക് ഞാൻ നല്ലൊരു ആന്റിഡോട്ട് മരുന്ന് ശരിയാക്കി തരാം. പിന്നെ നിനക്ക് തക്കാളിയായി മാറാം, ഉരുളക്കങ്ങായി മാറാം, പച്ചമുളകായി മാറാം. എന്നിട്ട് സുഖമായി ജീവിക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.